ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശിഷ്ടാതിഥി. രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൌരനും പ്രയത്നിക്കണമെന്നും നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണിതെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലെ വിവിധ ഘടകങ്ങൾ ചർച്ചയായി. കേരളത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. 2024ലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും നടൻ ചിരഞ്ജീവിയുമടക്കം 5 പേർക്ക് പത്മവിഭൂഷൺ. ഒ രാജഗോപാലിന് പത്മഭൂഷൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 246ന് പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകും. സായുധസേനാ വിഭാഗങ്ങളും അർദ്ധസൈനിക വിഭാഗങ്ങളും പങ്കെടുക്കുന്ന പ്രൌഢഗംഭീരമായ പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പരേഡ് വീക്ഷിക്കുന്നതിനായി കർത്തവ്യപഥിൽ എത്തും. രാജ്യത്തിന്റെ ആത്മനിർഭർ സൈനിക ശക്തിയും വളർന്നുവരുന്ന നാരീശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് കർത്തവ്യപഥ് സാക്ഷിയാകും. കര, വ്യോമ, നാവികസേനാ വിഭാഗങ്ങളിലെ വനിതകളുടെ മാർച്ച് പാസ്റ്റിന് മിലിറ്ററി പോലീസിലെ ക്യാപ്റ്റൻ സന്ധ്യ നേതൃത്വം നൽകും. വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനമാണ് പരേഡിലെ മറ്റൊരു ആകർഷണം. 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള പരേഡിൽ ഇത്തവണ ആദ്യമായി വികസിത ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കി 100 വനിതകൾ അതത് സംസ്ഥാനങ്ങളിലെ വേഷം ധരിച്ച് പരമ്പരാഗത വാദ്യങ്ങൾ വായിക്കും. 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരികൾ നാടോടി ശാസ്ത്രീയ നൃത്തവും അവതരിപ്പിക്കും. 75ാം റിപ്പബ്ലിക് ദിനം അഭിമാന മുഹൂർത്തമെന്നും രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണ് ഇതെന്നും പ്രതികൂല സാഹചര്യത്തിലും രാജ്യം മുന്നേറിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൌരനും പ്രയത്നിക്കണമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. സ്വന്തം വിശ്വാസത്തിനൊപ്പം ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തിന്റെ കൂടി പ്രതീകമാണ് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ചരിത്രകാരന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഇന്ത്യയുടെ നാഗരിക പാരമ്പര്യത്തിന്റെ തുടർച്ചയുടെ നാഴികക്കല്ലായി കണക്കാക്കുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പതാക ഉയർത്തുന്നതോടെ സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സായുധസേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കുതിര പോലീസ്, എൻസിസി, സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. ഭാരതീയരുടെ അന്തസത്ത ഉൾക്കൊണ്ടും ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ചും വികസിത ഭാരതം ഉൾപ്പെടെയുള്ള ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമയോടെ പ്രവർത്തിക്കാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഇന്ത്യയെ വരുംകാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നതിനുള്ള പ്രതിജ്ഞ ഓരോ പൌരനും ആവർത്തിച്ചുറപ്പിക്കേണ്ട സന്ദർഭമാണ് ഈ റിപ്പബ്ലിക് ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ജയ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. പ്രധാനമന്ത്രി ഒരുക്കിയ അത്താഴ വിരുന്നിലും ഫ്രഞ്ച് പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്നലെ ഉച്ചയോടെയാണ് ശ്രീ ഇമ്മാനുവൽ മാക്രോൺ 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജസ്ഥാനിലെ ജയ്പൂരിൽ എത്തിയത്. ചരിത്രപ്രസിദ്ധമായ ആമിയർ കോട്ട സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് സ്കൂൾ വിദ്യാർത്ഥികളുമായും വിനോദസഞ്ചാരികളുമായും സംവദിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിലും ഇരുവരും പങ്കെടുത്തു. 2024ലെ പത്മ പുരസ്കാരങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, നടൻ ചിരഞ്ജീവി, നടിയും നർത്തകിയുമായ വൈജയന്തിമാല എന്നിവരടക്കം 5 പേർ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. വിശദാംശങ്ങളിലേക്ക്. 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 110 പത്മശ്രീ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, നടൻ ചിരഞ്ജീവി, നടിയും നർത്തകിയുമായ വൈജയന്തിമാല, നർത്തകി പത്മ സുബ്രഹ്മണ്യം, അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ ബിന്ദേശ്വർ പഥക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്.
ഒ രാജഗോപാൽ, അന്തരിച്ച ജസ്റ്റിസ് എം ഫാത്തിമ ബീവി എന്നിവരെ കൂടാതെ 7 മലയാളികൾക്കു കൂടി പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ പി നാരായണൻ, കാസർകോട്ടെ പരമ്പരാഗത നെൽകർഷകൻ സത്യനാരായണ ബെലരി, പി ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ് എന്നിവർക്ക് പത്മശ്രീ ലഭിച്ചു. അന്തരിച്ച തമിഴ് നടൻ വിജയകാന്ത്, ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി എന്നിവർ പത്മഭൂഷൺ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. അവാർഡിന് അർഹരായവരിൽ 30 പേർ സ്ത്രീകളാണ്. 9 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പത്മ പുരസ്കാരത്തിന് അർഹരായവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വൈവിധ്യമാർന്ന മേഖലകളിലെ അവരുടെ സംഭാവനകളെ രാജ്യം വിലമതിക്കുന്നുവെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അസാധാരണമായ പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കുന്നത് ജേതാക്കൾക്ക് തുടരാനാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക 2ാം നമ്പർ താരം അറീന സബലങ്കയും ചൈനീസ് താരം ഷെൻ ക്വിൻ വെന്നും തമ്മിലുള്ള പോരാട്ടം ഇന്നു രാത്രി നടക്കും. നാളെ നടക്കുന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൺ സഖ്യം ഇറ്റാലിയൻ സഖ്യത്തെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 246 റൺസിന് പുറത്തായി. 70 റൺസെടുത്ത ബെൻ സ്റ്റോക്കാണ് ഇംഗ്ലീഷ് നിരയിലെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 119 റൺസ് എന്ന നിലയിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ മികച്ച ഏകദിന കളിക്കാരനുള്ള പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക്. 2023 ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ നടത്തിയ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കോഹ്ലിയെ ഈ നേട്ടത്തിൽ എത്തിച്ചത്. ഇത് 4ാം തവണയാണ് കോഹ്ലി ഐസിസി ഏകദിന പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്നത്. ഇത് റെക്കോർഡാണ്. 2023 ഐസിസി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ചുരുക്കപ്പട്ടികയിലും കോഹ്ലി ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വജ്രജൂബിലി ആഘോഷവേളയിൽ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാക്കളായി ആദിവാസി വിഭാഗത്തിലെ 633 വിദ്യാർത്ഥികളും അധ്യാപകരും ന്യൂഡൽഹിയിൽ എത്തും. കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ലഭിച്ചവരാണ് ഈ കുട്ടികൾ. ഇന്നലെ ന്യൂഡൽഹിയിൽ എത്തിയ 100 കുട്ടികളുടെ സംഘം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്ന പഞ്ചായത്ത് പ്രതിനിധികളുമായി കേന്ദ്ര ഗ്രാമീണ വികസന പഞ്ചായത്ത് രാജ് മന്ത്രി ഗിരിരാജ് സിംഗ് ആശയവിനിമയം നടത്തും. ജനാധിപത്യത്തെ കൂടുതൽ ആഴത്തിൽ എത്തിക്കുന്നതിനും ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു. രാജ്യത്തുടനീളമുള്ള 500ഓളം പേരാണ് മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്നത്. 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 80 സായുധ സേനാംഗങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 12 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം നൽകുന്നത്. 6 കീർത്തിചക്ര, 16 ശൌര്യചക്ര, 53 സേനാ മെഡലുകൾ, 7 മരണാനന്തര ബഹുമതി ഉൾപ്പെടെ നവോ സേനാ മെഡൽ, 4 വായുസേനാ മെഡലുകൾ എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെയും റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും സമ്മാനിച്ചു. ബനാറസ് ലോക്കോമോട്ടീവ് വർക്സിന്റെ പ്രിൻസിപ്പൽ ചീഫ് സെക്യൂരിറ്റി കമ്മീഷണർ രൺവീർ സിംഗ് ചൌഹാൻ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് അർഹനായി. ഗായികയും സംഗീത സംവിധായകയുമായ ഭവതാരിണി ഇളയരാജ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകളാണ് ഭവതാരിണി. 2000-ൽ ഭാരതി എന്ന തമിഴ് ചിത്രത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിരുന്നു. ശ്രീലങ്കയിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം ഇന്ന് വൈകിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുവരും. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പൊന്മുടി പുഴയോരത്ത്, കളിയൂഞ്ഞാൽ തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഭവതാരിണി പാടിയിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ സിവിലിയന്മാർക്ക് അഭയം നൽകുന്ന UN കേന്ദ്രത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിനിടെ 2 ഷെല്ലുകൾ ഖാൻ യൂനിസ് പരിശീലന കേന്ദ്രത്തിൽ പതിച്ചതായി ഇത് യുദ്ധത്തിന്റെ അടിസ്ഥാന നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. അതേസമയം തങ്ങളുടെ സൈന്യത്തിന് വ്യോമാക്രമണത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിശിഷ്ടാതിഥി. രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൌരനും പ്രയത്നിക്കണമെന്നും നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണിതെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലെ വിവിധ ഘടകങ്ങൾ ചർച്ചയായി. കേരളത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. 2024-ലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും നടൻ ചിരഞ്ജീവിയുമടക്കം 5 പേർക്ക് പത്മവിഭൂഷൺ. ഒ രാജഗോപാലിന് പത്മഭൂഷൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 246-ന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.